ഹായ് മക്കളെ, റയാൻ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങി, നമ്മളിങ്ങനെ പഠിക്കലൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നൊരു സംഭവം. പക്ഷേ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും വരുന്ന ഓഗസ്റ്റ് മാസം നമ്മൾ ഓണപരീക്ഷയിലേക്ക് പോവാണ്. ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഒരുപാട് പേപ്പറുകളുണ്ട്. ഓക്കെ, അക്കൗണ്ടൻസി പഠിക്കാനുണ്ട്, ബിസിനസ് പഠിക്കാനുണ്ട്, എക്കണോമിക്സ് പഠിക്കാനുണ്ട്, മലയാളം പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത്, സ്റ്റാറ്റി ആണെങ്കിൽ അത്, മാത്സ് ആണെങ്കിൽ അത്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിയറിറ്റിക്കൽ പേപ്പർ അല്ലേ, അവസാനം നോക്കിക്കഴിഞ്ഞാൽ കുറേ പഠിച്ചെടുക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പാസ്സാവും. മക്കളെ, അവിടെ തെറ്റി, എന്തായാലും ബുദ്ധിമുട്ടും. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ നാളത്തേക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അവസാനം നമുക്കൊന്നും പഠിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്ന സിറ്റുവേഷനിലേക്കാവും. പിന്നെ അവസാനം പഠിക്കുന്ന ലൈവുകൾ മനസ്സിലാവില്ല, പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് മനസ്സിലാവില്ല, പിന്നെ യൂട്യൂബ് ലൈവുകൾ മനസ്സിലാവില്ല. അപ്പോൾ ഈ സാർ എന്ത് തേങ്ങയാ പറയുന്നത് എന്ന് തോന്നുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇപ്പോഴേ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ അതെങ്കിലും നമ്മൾ എന്തായാലും പഠിക്കണം. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഒന്നുമില്ലെങ്കിലും ഈ ചാപ്റ്റേഴ്സിലെ ഈ ഭാഗങ്ങളെങ്കിലും, ഈ ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു തരാം ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്സ്. ഒന്ന് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. നമുക്കറിയാം, നമ്മൾ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. എന്താ അറിയോ? ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടും ഒന്നാണ്, പഠിച്ചാൽ മതി. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെയോ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതാണെന്നുള്ളത് പഠിക്കാനുണ്ട്. ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഈ മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ എന്നുള്ള ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെയോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. നമുക്കറിയാം, മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ഓർഗനൈസിങ് ആണ്, ഡയറക്റ്റിംഗ് ആണ്, സ്റ്റാഫിംഗ് ആണ്, കൺട്രോളിംഗ് ആണ്. ഇത് കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി വരുന്നുണ്ട്, കോർഡിനേഷൻ എന്നുള്ളത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് പഠിക്കാനുണ്ട്. മക്കളെ, ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ 100% കവർ ചെയ്തു. ഇതിൽ ഇനി കുറച്ച് സാധനങ്ങൾ കണ്ടോ, സ്റ്റാർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ എന്തായാലും വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്. മക്കളെ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം. എന്താ എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്? എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നമുക്കറിയാം, ഫസ്റ്റ് 3 എണ്ണാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റിനെ, അല്ലേ? എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3 എണ്ണാക്കിയിട്ടാണ് എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഉള്ളത്. എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒന്നുമില്ല. ഫസ്റ്റത്തത് എന്താ? പ്രോസസ്. ഫസ്റ്റത്തെ പെട്ടിക്കോളം അല്ലെങ്കിൽ വട്ടക്കോളത്തിൽ നമ്മൾ പ്രോസസ് എന്ന് പഠിക്കും. രണ്ടാമത്തെ വട്ടക്കോളത്തിൽ നമ്മൾ പഠിക്കും എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും. മൂന്നാമത്തെ പെട്ടിക്കോളത്തിൽ നമ്മൾ എന്ത് പഠിക്കും? എഫക്റ്റീവ്നെസ് എന്നുള്ളത് പഠിക്കും. ഇതാണ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സാധനമാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ്
മാനേജ്മെൻറ്റ്. ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധനം എന്താണെന്നറിയോ? അപ്പോൾ തന്നെ നമ്മളൊരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഒരു ട്രയാങ്കിൾ നമ്മൾ അങ്ങോട്ട് വരച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിനെ നമ്മൾ 3 പാർട്ടാക്കുക. അതിൽ നമ്മൾ എഴുതും ഫസ്റ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ദെൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ദെൻ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജ്മെൻറ്റ്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സാധനം. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വേറൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്, അതൊന്ന് ഫോക്കസ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ 4ാം ചാപ്റ്ററിലും 5ാം ചാപ്റ്ററിലും 6ാം ചാപ്റ്ററിലും 7ാം ചാപ്റ്ററിലും 8ാം ചാപ്റ്ററിലും പഠിക്കുന്നത്. പിന്നെ മക്കളെ, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് എന്ന് പറയുന്നു. കോർഡിനേഷൻ എന്ന് പറയുന്നത് എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. കാരണം എന്താ? മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നു. വൈ എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്താ? കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്ക് കൃത്യമായി ഹ്യൂജ് ഇൻ സൈസ് വലുതാവുന്ന സമയത്ത് നമുക്ക് കോർഡിനേഷൻ ഉപകാരപ്പെടും. പിന്നെയോ നമ്മളുടെ മാനേജേഴ്സിൻ്റെ എഫിഷ്യൻസി അളക്കാൻ വേണ്ടി കോർഡിനേഷൻ വേണം. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലാനിങ്, കീ ടു അതർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കാരണം എന്താ? പ്ലാനിങ്ങിൽ കോർഡിനേഷൻ വേണം, ഡയറക്റ്റിങ്ങിൽ കോർഡിനേഷൻ വേണം, സ്റ്റാഫിങ്ങിൽ വേണം, കൺട്രോളിങ്ങിൽ വേണം. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നതും ഡയറക്റ്റിംഗ് എന്ന് പറയുന്നതും സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നടക്കണമെങ്കിൽ കോർഡിനേഷൻ വേണം എന്നുള്ളത് നമുക്ക് എഴുതാം. പിന്നെയോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പല രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും ഏകോപിപ്പിച്ച് അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കോർഡിനേഷൻ വേണം. പിന്നെയോ ഇറ്റ് എൻഹാൻസസ് ഗ്രൂപ്പ് എഫേർട്ട്, ഇറ്റ് എൻഹാൻസസ് ടു അച്ചീവിങ് ഒബ്ജക്റ്റീവ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഈ പഠിക്കുന്നുണ്ട്. ആ സാധനവും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. മക്കളെ, വലിയ ചാപ്റ്റർ അല്ല, കമ്പയർഡ് ടു അതേഴ്സ് നമ്മളുടെ 1ാമത്തെ ചാപ്റ്റർ ഒരു കുഞ്ഞി ചാപ്റ്ററാണ്. അതിൽ തന്നെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഇതാ ഇത്ര ടോപ്പിക്സാണ്: 1 2 3 4 5 6 7 8. അതിൽ തന്നെ ഞാൻ ഈ സ്റ്റാർ ചെയ്തിട്ടുള്ളത് 1 2 3 4. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കുന്നും മലയും കൂട്ടി നമ്മൾ അങ്ങനെ വെക്കും, ഒന്നും പഠിക്കൂല. തിയറി അല്ലേ, കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലല്ലോ. അവസാനം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ പോരെ, ലൈവ് എടുത്തിട്ടൊന്ന് ഓടിച്ചു നോക്കിയാൽ പോരെ എന്ന് തോന്നിയാൽ ഒന്നും നടക്കൂല. അത് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഇപ്പോഴേ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ ഈ പറയുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ഈ പറയുന്ന ബിസിനസ് സ്റ്റഡീസിനെ നമുക്ക് മാറ്റാൻ പറ്റും. ആ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും എജ്യൂപോർട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റ്സ്, ഈ ടോപ്പിക്സ് വിട്ടുപോകരുത്. ഉറപ്പായിട്ട് പഠിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഓണപരീക്ഷയ്ക്ക് പോവുക. പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.